കണ്ടോളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല. ഞാനൊരു കാര്യം പറയുന്നു, കേരളത്തിലെ ജനങ്ങളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് CMDക്ക് കൊടുത്താൽ മതി. 24 hours അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും. പകരം 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിലധികം വണ്ടി ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഈ 150 വണ്ടിയും സിറ്റിയിൽ ഉണ്ടായിരിക്കും, ഓടിയിരിക്കും. അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും, നെടുമങ്ങാടെന്ന് ഓടിക്കും. നെടുമങ്ങാടെന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, നെയ്യാറ്റിൻകരയുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ, ബാലരാമപുരത്തുള്ള ഒരു തിരുവനന്തപുരത്ത് വരണ്ടേ. അപ്പൊ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക. എഗ്രിമെന്റിലും പറഞ്ഞിട്ടുണ്ട്, പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഞാൻ പറഞ്ഞില്ല, എന്നിട്ടും നിർത്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ KSRTC തയ്യാറാണ്. CMDക്ക് എന്നെ പോലും കാണണ്ട, CMDക്ക് ഒരു കത്ത് കൊടുത്തോളൂ. 24 hours വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരും. ഡ്രൈവർ ഞങ്ങളതാണ്, കണ്ടക്ടർ ഞങ്ങളതാണ്, ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ്, വർക്ക്ഷോപ്പ് ഞങ്ങളതാണ്, എല്ലാം ഞങ്ങളതാണ്. ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും. അതൊക്കെ അവരുടെ കാര്യം, എനിക്കറിഞ്ഞില്ല. അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നടത്താം. ഞാൻ ആരുടെയും കഴിവിനെ കുറച്ച് കാണുന്നില്ല. നമ്മൾക്ക് വേണ്ടെന്നുള്ളൂ. നമുക്ക് ഇതുകൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ന്യൂസ് 18 പോലുള്ള ചാനലുകൾ വ്യാജ പ്രചരണം നടത്തരുത്. KSRTCയുടെ ലാഭം ഇവിടെയല്ല. KSRTCയിൽ ഉണ്ടായിക്കൊണ്ട നേട്ടം എന്ന് പറയുന്ന കേരളം മുഴുവനാണ്. ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലും ലാഭത്തിലാക്കിയ KSRTC ജീവനക്കാരുടെയും ജനങ്ങളുടെയും വിജയമാണത്. അല്ലാതെ ഇതുകൊണ്ടെന്തോ KSRTCക്ക് ഒരു പണി കിട്ടി, ഒരു പണിയില്ല. എടുത്തോ, അടുത്ത വണ്ടി 113 വരെ 150 വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. പറഞ്ഞാൽ ചെയ്തിരിക്കും, ഒരു സംശയമൊക്കെ വേണമെങ്കിൽ എടുത്തു. അല്ല, ലോഹിത്തിലാണെങ്കിൽ ലോഹിത്തിൽ. നമ്മൾ ഓടിക്കുന്നതിന് ഒരു വിരോധമല്ല. ഇങ്ങനെ പോകട്ടെ, ഇങ്ങനെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് ഡെമോക്രസിയാണ്. അപ്പം അദ്ദേഹത്തിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കുക. എന്നോട് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നല്ലോ. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഫോൺ എടുക്കുമായിരുന്നല്ലോ. എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ സത്യത്തിൽ മാധ്യമങ്ങളിൽ കണ്ടു, ഞാൻ നേരിട്ട് കണ്ടതുമില്ല. പിന്നീട് നിങ്ങൾ പറഞ്ഞതിന് ശേഷം പലരും പറഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് നോക്കി മനസ്സിലാക്കിയായിരുന്നു. അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അങ്ങനെ ഒരു പരിപാടി. പിന്നെ അത് വിജയിപ്പിക്കാം എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുത്തോട്ടെ, നമ്മൾ റെഡിയാണ്. ഇതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുന്നത്? എടുത്തോളൂ. 113 വണ്ടി 24 മണിക്കൂറിനാണ് തിരിച്ചു തരാം. അവിടെ ഏൽപ്പിച്ചേക്കാം. എവിടെയാണെന്ന് പറയണം. പക്ഷേ ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും കൊണ്ടിടാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ വണ്ടി വരും. കാരണം 250 വണ്ടി വരുമല്ലേ. അവർക്ക് പ്രൈവറ്റ് ബസ് ഓടാൻ കുഴപ്പമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. അതിനൊന്നും ഒരു വിരോധമില്ല. പക്ഷെ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നോർമലി സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അലങ്കോലപ്പെടുത്തുന്നത് ഒരു ഭരണ സംവിധാനത്തിൽ, ഡെമോക്രസിയിൽ നല്ലതല്ല എന്ന് മാത്രം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു ഉപദേശം, അത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ. KSRTC ഇതുകൊണ്ടാണ് ജീവിക്കുന്ന ആരും പ്രചരിപ്പിക്കരുത്. KSRTC ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്. ശരി, ഓക്കെ. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു തരാം. ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി മാറ്റണം. ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിന്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആവുന്നത്. ആ ബസ്സിന്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്രയുണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല. അങ്ങയുടെ ഗവൺമെന്റിലെ ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു 100 രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. ന്യായമായ ആവശ്യമില്ല കോർപ്പറേഷൻ. ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാർ ഇവിടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലല്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൊതുസമൂഹം ചോദിച്ചാൽ KSRTC റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്ക് ഉന്നയിക്കണം, അടുത്ത നടപടിയിലേക്ക് പോകണം. എന്തായാലും ഇത് തർക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നുമല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. അതിനൊന്നുമില്ല. ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു. അടുത്ത സ്റ്റെപ്പ് പിന്നെ നോക്കാം.